വേടനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. എറണാകുളം മാജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. തൃക്കാക്കര പോലീസ് എടുത്ത കേസിലാണ് ഈ നടപടി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, വേടനെതിരായ പരാതി, അതിലാണ് ഇപ്പോൾ ഒരു നടപടി അല്ലെങ്കിൽ ഒരു മൊഴിയെടുപ്പ് നടക്കുന്നത്. രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, വലിയ സൈബർ ലിഞ്ചിങ് നടക്കുന്നു പരാതിക്കാരിക്കെതിരെ എന്ന് അവരുടെ അഭിഭാഷകർ തന്നെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് ഈ കേസ്, അതിനൊരു വ്യക്തത എന്താണ്? പ്രജിൻ, നിലവിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് എറണാകുളം മാജിസ്ട്രേറ്റ് കോടതിയിൽ. നേരത്തെ അഭിഭാഷക തന്നെ പരാതിക്കാരുടെ സ്വകാര്യതയെ മാധ്യമങ്ങൾ മാനിക്കണം എന്ന് അവർ തന്നെ പ്രതികരണം നടത്തിയിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ദൃശ്യങ്ങളടക്കം പകർത്താൻ പോകാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റു പ്രതികരണത്തിലേക്കും കടക്കേണ്ടതില്ല എന്നത് അവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അന്വേഷണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. പ്രാഥമിക ഘട്ടത്തിലാണ് അന്വേഷണമുള്ളത്. വേടർ ഈ പെൺകുട്ടിയുമായി നടത്തിയുള്ള സാമ്പത്തിക ഇടപാടിന്റെ വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ 164 കൂടി രേഖപ്പെടുത്തിയ ശേഷം ആ മൊഴി വിശദമായി പഠിക്കും പോലീസ്. അതിനുശേഷമായിരിക്കും വേടന് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബലാത്സംഗ കേസാണ്, അതുകൊണ്ട് തന്നെ നോട്ടീസ് നൽകണമെന്നില്ല. പോലീസിന്റെ അറസ്റ്റിലേക്കോ കസ്റ്റഡിയിലേക്കോ കടക്കുന്നതിന് മറ്റു താമസങ്ങളുമില്ല. വേടൻ നാളെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കും. അഭിഭാഷകനെ അടക്കം ബന്ധപ്പെട്ടിട്ടുണ്ട്. നാളെ തന്നെ ഹർജി ഫയൽ ചെയ്യുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. പരാതിയുടെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. 2021 മുതൽ 2023 വരെ വേടൻ തന്റെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. കൊച്ചിയിലും കോഴിക്കോടുമായിരുന്നു പീഡനം. ഈ പീഡനവും അതോടൊപ്പം തന്നെ താനും വേടനും തമ്മിലുള്ള ബന്ധവും വേടന്റെ ചില സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നതായി പരാതിക്കാരി ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ ആ സുഹൃത്തുക്കളെ കൂടി അവരുടെ കൂടി മൊഴിയെടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ഒരുപക്ഷെ രണ്ടാം ഘട്ടം അവരുടെ മൊഴി രേഖപ്പെടുത്തുക എന്ന നടപടിയിലേക്കായിരിക്കും പോലീസ് കടക്കുക. 2021-2023 നടന്നൊരു സംഭവമാണ്. ഡിജിറ്റൽ തെളിവുകളൊക്കെ ലഭ്യമാക്കാൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ ഉണ്ടായില്ല. അതുകൊണ്ട് അന്വേഷണം സുഗമമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. വേടന്റേതായ ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. പ്രജിത്ത്. യെസ്, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോൾ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ഒപ്പം തന്നെ അവർക്കെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്ന കാര്യം കൂടി അഭിഭാഷക വ്യക്തമാക്കിയിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.